എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിലെ ഏറ്റവും വലിയ ഹൈ എന്നുള്ളത് അർജുൻ ടെണ്ടുൽക്കറുടെ വിക്കറ്റാണ്. കാരണം അർജുൻ നമുക്കറിയാം ഈ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് ഒരുപാട് വർഷങ്ങളായി മുംബൈ ക്യാമ്പിലുണ്ട്. സച്ചിനുള്ള സമയത്തെ അദ്ദേഹം ഒരു കിഡായിട്ടും മറ്റുമൊക്കെ മുംബൈ ക്യാമ്പിൽ വളർന്നൊരു താരമാണ്. അപ്പോൾ അർജുനിൽ ഇപ്പം ഈ ഇന്ത്യയിലെ ഏത് ക്രിക്കറ്റർ അനുഭവിക്കുന്നതിനേക്കാളും കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുന്ന താരമാണ് അർജുൻ. കാരണം എപ്പോഴും അദ്ദേഹം ഒരു രഞ്ജി ട്രോഫി മത്സരത്തിൽ ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് മത്സരത്തിൽ ഇറങ്ങുമ്പോഴും ആ സമയത്ത് പോലും അദ്ദേഹത്തെ കമ്പയർ ചെയ്യുന്നത് സച്ചിനുമായിട്ടാണ്. അപ്പം സച്ചിനുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രകടനവും ഭൂതക്കണ്ണാടി എടുത്ത് നോക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെയുണ്ട്. ഒരു നെപ്പോ കിഡ് എന്ന രീതിയിൽ അദ്ദേഹത്തെ മുദ്ര കുത്താറുണ്ട്. അവർ 2021 അദ്ദേഹം മുംബൈ ഇന്ത്യൻസിൽ ആദ്യമായിട്ട് കളിക്കാൻ ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഇപ്പോൾ 2021 2026 എത്തിയിരിക്കുന്നു. കഴിഞ്ഞ 6 വർഷത്തിൽ അദ്ദേഹം കളിച്ചിരിക്കുന്നത് പോലും വെറും 6 IPL മത്സരങ്ങൾ മാത്രമാണ്. അദ്ദേഹത്തിന് അവസരങ്ങൾ മുംബൈയിൽ ഒരിക്കലും അങ്ങനെ കിട്ടിയിരുന്നില്ല. മുംബൈ അത്രയും തകർന്ന ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ പന്തേൽപ്പിക്കാൻ മുംബൈ മാനേജ്മെന്റോ മറ്റോ ഒന്നും തയ്യാറായിരുന്നില്ല. അത് കഴിഞ്ഞ് ഈ സീസണിൽ അദ്ദേഹം LSGയിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ഈ വർഷമായിരുന്നു അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞത്. മാത്രമല്ല ഈ ഡെഡിക്കേഷൻ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഞാൻ വായിച്ചൊരു ആർട്ടിക്കിൾ എന്ന രീതിയിൽ കല്യാണത്തിന്റെ തൊട്ട് തലേന്ന് DY പാട്ടീൽ മത്സരം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് കളിക്കാൻ പോയി. കല്യാണത്തിന്റെ പിറ്റേ ദിവസം വേറൊരു മത്സരം ഉണ്ടായിരുന്നു. ഈ രണ്ട്, അതായത് ലീവില്ലാതെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അദ്ദേഹം പാഠമാക്കേണ്ടത് കൊണ്ടും കുടുംബത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ സച്ചിന്റെ ആ ഒരു നിഴലിൽ നിന്നും മാറാനും സച്ചിന്റെ ലെഗസിയിൽ നിന്നും മാറാനും എപ്പോഴും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും അദ്ദേഹത്തിനെ ഇതാണ് സച്ചിന്റെ മകനല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നുള്ള ലൈനിൽ കമ്പാരിസൺ വരുന്നു. അപ്പം അദ്ദേഹം ഈ മത്സരത്തിലേക്ക് ഇറങ്ങുന്നത് പോലും ഈ LSGയിലേക്ക് വന്ന സമയത്ത് വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് അർജുൻ ടെണ്ടുൽക്കർ ഈ ടീമിലേക്ക് എത്തിയത്. 13 മത്സരങ്ങളിലും അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. യങ്സ്റ്ററായ ആകാശ് സിംഗിനെ പോലും കഴിഞ്ഞതിന് മുമ്പത്തെ മത്സരത്തിൽ അവർ ഉൾപ്പെടുത്തുന്നുണ്ട്. മെയിൻലി ഉൾപ്പെടുത്താതിൻ്റെ കാരണം ഈ IPL ഏറ്റവും മികച്ച പേസ് ബോളേഴ്സ് അടങ്ങിയ നിര LSGയുടേതാണ്. മുഹമ്മദ് ഷമി, അങ്ങനെ തുടങ്ങുന്ന മോഹസിൻ ഖാൻ, അങ്ങനെ തുടങ്ങുന്ന മായങ്കി യാദവ് പോലുള്ള അല്ലെങ്കിൽ ആകാശ് സിംഗിനെ പോലുള്ള ആൾക്കാരൊക്കെ ഒരു ടീം, അദ്ദേഹം പ്രിൻസ് യാദവിനെ പോലുള്ള ആൾക്കാരൊക്കെ ഉള്ളൊരു ടീം. അപ്പോൾ ആ ഒരു രീതിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആ സമയത്ത് നമുക്കറിയാം IPL തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ റീലുകളിലൊക്കെയും അർജുൻ്റെ യോർക്കറുകളായിരുന്നു ഈ ഇന്റർനെറ്റ് ഭരിച്ചിരുന്നത്.